നമ്മളിന്ന് മധുരയിലേക്കുള്ള യാത്രയിൽ നമ്മൾ മധുര സ്റ്റെർലിങ്ങിലാണ് സ്റ്റേ ചെയ്യുന്നത്. സ്റ്റെർലിങ്ങിൻ്റെ മധുരയിലെ പ്രോപ്പർട്ടി ആയിട്ടുള്ള വി ഗ്രാൻഡ് എന്ന് പറയുന്ന സ്റ്റെർലിങ്ങിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് വേറെ ഏതൊരു ഹോട്ടലിൽ ടേക്ക് ഓവർ ചെയ്തതായിരുന്നു. ഗ്രാൻഡ് മധുരൈ, വി ഗ്രാൻഡ് മധുരൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ പേര് സ്റ്റെർലിംഗ് വി ഗ്രാൻഡ് എന്നായിട്ട് മാറിയത്. അപ്പം റെസ്റ്റോറൻ്റ് ഉണ്ട്, ബാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലിയൊരു പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ആ ഒരു റിസപ്ഷൻ ഏരിയയുടെ കാഴ്ചകളാണിത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി ഇതിൻ്റെ എൻട്രൻസ് പോയിന്റ്. പിന്നെ നമ്മൾ അകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ റിസപ്ഷൻ്റെ ഏരിയയുള്ള ചില കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാളുണ്ട്. ഈ ഡ്രസ്സ്, അതുപോലെ തന്നെ കുറേ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന ഒരു സ്റ്റാളുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ, കാണാനൊക്കെ കൊള്ളാം കുറേ സാധനങ്ങൾ. പിന്നെ ഒരുപാട് ഫോറിനേഴ്സൊക്കെ അവിടെ സ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പാക്കേജിൻ്റെയൊക്കെ അവരൊക്കെ അവിടെ റിസപ്ഷനിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നേരെ കാണുന്ന ഒരു കാഴ്ച, പാർക്കിങ്ങിൻ്റെ കാഴ്ച. നമ്മളങ്ങനെ റിസപ്ഷൻ ഏരിയയിൽ ഒരു 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. ഇതാണ് മധുരയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു ഐറ്റിനറി അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു 15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു റൂം അവർ അലോട്ട് ചെയ്ത് തന്നു. അങ്ങനെ ഇനി റൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് ഫ്രണ്ടിലുള്ള കാഴ്ച. ഒരു വലിയ 2 വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ അതായി കാണുന്നുണ്ട്. പിന്നെ ഒരു ഫോട്ടോ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം സ്റ്റെർലിങ്ങിൻ്റെ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെർലിങ്ങിൻ്റെ പ്രോപ്പർട്ടിയിൽ. ക്ലബ് മഹീന്ദ്രയായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചതിൽ അത് നമുക്ക് വളരെ ഡിഫറൻ്റ് ആയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായത്. അതെന്താണെന്ന് പറയാം. അങ്ങനെ നമുക്കൊരു റൂമൊക്കെ അലോട്ട് ചെയ്ത് തന്നു. നമ്മൾ ആ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിരുന്ന റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂൻ ബെഡും ഒരു എക്സ്ട്രാ ബെഡും കൂടെ ഉള്ള ഒരു റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റാണ് ബുക്ക് ചെയ്തിരുന്നത്. അതിന് 5500 രൂപയും ടാക്സുമാണ് അവർ ചാർജ് ചെയ്തത്. പക്ഷേ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ റൂം ഇതായിരുന്നു. 2 സെപ്പറേറ്റ് ബെഡും ഉള്ളൊരു റൂം. ഇങ്ങനെ ഒരു റൂമാണ് തന്നത്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച ഇങ്ങനെയാണ്. 2 സെപ്പറേറ്റ് ബെഡ്, പിന്നെ ഒരു ചെറിയ ഒരു സിറ്റിംഗ് ഏരിയ. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് സാർ ബൈ മിസ്റ്റേക്കിൽ അവർക്ക് പറ്റിയൊരു അബദ്ധമാണ്, മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോഴേ. എന്തായാലും നോക്കാം, അവർ വരട്ടെ. ഇതാണ് അതിൻ്റെ ഒരു ബാത്റൂമിൻ്റെ കാഴ്ച. അത്ര ഭയങ്കര അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. ക്ലബ് മഹീന്ദ്രയുടെ അത്രയും പ്രോപ്പർ മെയിൻ്റെനൻസ് ഒന്നും നടന്നിട്ടില്ല. ഒന്നും കൂടെ ഒന്ന് റിനോവേറ്റ് ചെയ്തൊക്കെ എടുക്കേണ്ട സമയമായിട്ടുണ്ട് മൊത്തത്തിൽ പ്രോപ്പർട്ടി. അതിൻ്റെ ആ വെളിയിലുള്ള ചുവരിലൊക്കെ ഈർപ്പം പിടിച്ച പാടുകളൊക്കെ ഉണ്ട്. ഒരു കെറ്റിൽ, പിന്നെ 2 ബോട്ടിൽ മിനറൽ വാട്ടർ, പിന്നെ ഒരു ടീ കോഫി പ്രിപ്പറേഷൻ്റെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു TV ഉണ്ട്, പിന്നെ ഒരു ചെയർ, ബാക്കി സംവിധാനങ്ങൾ. ഇതായിരുന്നു നമുക്ക് ആദ്യം തന്ന ആ റൂമിൻ്റെ കാഴ്ച. അവർ വരുന്നത് വെയിറ്റ് ചെയ്ത് അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വരികയാണ്. വന്നിട്ട് നമ്മളോട് പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്ക് പുതിയ 307 എന്ന് പറയുന്ന ക്യൂൻ സൈസ് ബെഡും ഒക്കെ ഉള്ളൊരു കുറച്ചും കൂടെ വലിയ റൂമിലേക്ക് നമ്മൾ ബുക്ക് ചെയ്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റെർലിംഗ് പോലൊരു വലിയ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ അവർക്കൊന്നും ഒരിക്കലും ഇങ്ങനെ പറ്റാൻ പാടില്ല. പക്ഷേ നമുക്കത് വല്ലാത്തൊരു കഷ്ടമായി. ഇപ്പോൾ ആദ്യം ഒരിടത്ത് പോയി ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ ക്യൂൻ ബെഡ് ഒക്കെയുള്ള ആ റൂമിൻ്റെ ഏരിയയിലേക്ക് നമ്മളിതാ പോയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ അകത്തുള്ള കാഴ്ച. ഓൾമോസ്റ്റ് ആ സോഫയൊക്കെ നേരത്തെ നമ്മൾ കണ്ട ആ റൂമിൻ്റെ അത് തന്നെയാണ്. റൂം കുറച്ചും കൂടെ അല്പം വലുതാണ്, കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. ഇതാണ് ആ റൂമിൻ്റെ കാഴ്ച. ഇവിടെ ഒരു ഡോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇതിൻ്റെ അകത്ത് ഒരു ഡോറ് കണ്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഡോർ അപ്പുറത്തുനിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല. അവിടെ ഒരു ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലൊരു ഹോട്ടലിൽ നമ്മളിങ്ങനെ ഒരു സംവിധാനം വരുമ്പോഴത്തേക്കും താമസിക്കുന്ന ആളിനൊക്കെ ഒരു എന്താ പറയുക, പ്രൈവസി എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. ഒരു ലോക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രസകരമായ മറ്റൊരു കാഴ്ച, അവിടുത്തെ AC-യുടെ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല. മാനുവലി അത് ഓൺ ചെയ്യേണ്ട അവസ്ഥയാണ് അവിടെ സത്യത്തിൽ. ഇത് കണ്ടോ, മാനുവലി ഇവിടുന്ന് ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അപ്പം സ്റ്റെർലിംഗ് പോലത്തെ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ AC-യെ കൺട്രോൾ ചെയ്യുന്ന സംവിധാനം ഇല്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അങ്ങനെ AC എല്ലാം മാനുവലി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് വെളിയിലിറങ്ങി പൂളൊന്ന് കാണാമെന്ന് വിചാരിച്ച് നിന്ന സമയത്ത് പൂളിലെ കാഴ്ച ഇതായിരുന്നു. പൂൾ അവിടെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പൂളില്ല. പൂളിൻ്റെ ചേർന്നുള്ള റെസ്റ്റോറൻറ്റും വർക്ക് ചെയ്യുന്നില്ല.
അത് പിന്നീട് ഞാൻ വെബ്സൈറ്റ് നോക്കിയപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പൂർ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ പൂളും ഇല്ല. പൂള് നല്ലൊരു വലിയ പൂളൊക്കെയാണ്, കിഡ്സ് പൂളുണ്ട്, പക്ഷേ അത് വർക്കിംഗ് കണ്ടീഷന് അല്ല. പിന്നെ ഒരു ഗെയിം ഏരിയ എന്ന് പറയുന്ന ഒരു സംവിധാനം എൻ്റെ വെളിയിലുണ്ടെന്ന് പറഞ്ഞു. അതെന്താണ് നമുക്കിത് നോക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അവിടുത്തെ കാഴ്ച ഇതൊക്കെയാണ്. ഇതൊരു ടേബിളൊക്കെ ഉണ്ട്, പക്ഷേ കളിക്കാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ കണ്ടില്ല. രാത്രിയിലെ കാഴ്ച ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പം നമുക്കൊരു എന്താ പറയുക, ഈ കൊടുക്കുന്ന എമൗണ്ടിന് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വರ್ತല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ ഫെസിലിറ്റി കൊടുത്തിട്ട് അത് ആളുകളെടുത്ത് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെ നമുക്ക് തരുന്ന ഫെസിലിറ്റിയും അതുപോലെ തന്നെ അതിന് ചാർജ് ചെയ്യുന്ന എമൗണ്ട് തമ്മിൽ വളരെ വ്യത്യാസമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഈ സ്റ്റെർലിംഗ് പോലെ ഒരു ബ്രാൻഡഡ് ഹോട്ടൽസിൻ്റെ ചെയിൻ ലിങ്കിനൊന്നും അല്ല, കുറച്ചും കൂടെ സീരിയസ്നെസ് വേണമെന്ന് നമ്മൾ എല്ലാം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ബൊഫയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കൊള്ളാം. റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ വളരെ നല്ല ബിഹേവിയറായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇഡ്ഡലി, അതുപോലെ തന്നെ ലൈവ് കിച്ചണിൽ പൂരി ഉണ്ടായിരുന്നു, പിന്നെ കോഫി, ടീ, അങ്ങനെ പറയുന്ന നോർമലി നമ്മളൊരു ബൊഫയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ലൈവിൽ ദോശ അങ്ങനെയുള്ളതൊന്നും ഇല്ല എന്ന് പറഞ്ഞു, ഗ്യാസിൻ്റെ വിഷയമൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ പൊങ്കൽ, ഉപ്മാവ്, വട, ഇങ്ങനെ കുറേ സാധനങ്ങൾ. നമ്മുടെ ഇവിടെ ഒരു പഴങ്കഞ്ഞി ഒക്കെ ഉണ്ടായിരുന്നു. അത് വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ നല്ല ബിഹേവിയർ ആയിരുന്നു ആ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫുകൾ, പറയാതിരിക്കാൻ പറ്റില്ല. അവർ നമ്മളടുത്ത് വന്ന് ചോദിക്കുകയും നമ്മൾ വളരെയധികം കെയർ ചെയ്യുകയും ചെയ്തു. ഈവൻ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് പേര്. അവരെല്ലാം ഈ ഫുഡുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്ന ആ ഒരു ടീം, അവരുടെ ആ ഒരു വർക്ക് തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, കൊള്ളായിരുന്നു. അത് തീർച്ചയായും റേറ്റിംഗ് കൊടുക്കേണ്ടത് തന്നെയാണ്. നമ്മൾ വന്നപ്പോഴത്തേക്കും എന്താ ഈ സ്റ്റാഫ് തന്നെ ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഫോറിനേഴ്സിൻ്റെ. അതേ പറയുന്നത് നല്ലൊരു സപ്പോർട്ടീവ് ടീമായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ചെക്കൗട്ടിന് തയ്യാറെടുക്കുകയാണ്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, 5 ഒരു 1 സ്റ്റാർ കൊടുക്കേണ്ട ഒരു കാറ്റഗറിയാണ് സർവീസിൽ. ആൻഡ് റെസ്റ്റോറൻറ്റ് ഇറ്റ് ഈസ് ഓക്കെ, അപ് ടു ഒരു 3.5 നമുക്ക് കൊടുക്കാം. ഇതാണ് സ്റ്റെർലിങ്ങിലുള്ള നമ്മുടെ സ്റ്റേയുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.